So last class we were discussing about the different crystals and the preparation of. Okay. Different crystal and the preparation, specimen preparation of. അതായത് അതിന്റെ മൈക്രോസ്ട്രക്ചർ ഡിറ്റർമിനേഷൻ ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നുണ്ടായത് അല്ലേ? സെക്കൻഡ് സ്ക്രീന് കാണുന്നില്ലല്ലോ. ഓക്കെ. അപ്പോൾ ക്രിസ്റ്റൽസിന് നമുക്ക് മീൻസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെറ്റാലിക് മെറ്റീരിയൽസിന് നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ക്രിസ്റ്റലൈൻ ആവാം, അത് അമോർഫസ് ആവാം അല്ലേ? ക്രിസ്റ്റലൈൻ എന്ന് വെച്ചാൽ അത് either it can be single crystals or it can be polycrystal. സോ അപ്പോൾ അത് നമ്മൾ നോക്കിയത്. സോ ഈ സിംഗിൾ ക്രിസ്റ്റൽ ആയാലും പോളിക്രിസ്റ്റലൈൻ ആയാലും അമോർഫസ് ആയാലും ദേ ഹാവ് ഗോട്ട് ദെയർ ഓൺ ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ് അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിംഗിൾ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി ഓൺലി വൺ ക്രിസ്റ്റൽ. So it has its application where boundaries affect properties. For example, in turbine blades. Okay, but turbine blades look single crystal materials are used. Okay, so there will be an increased resistance to creep deformation in case of such crystals. So in such situations we will go for single crystals. ദെൻ അതിനുശേഷം നമ്മൾ മൈക്രോഗ്രാഫ്സ്. അപ്പോൾ ഒരു പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയലിൻ്റെ മൈക്രോഗ്രാഫ് ഇതുപോലെ ഉണ്ടാവും. വി ക്യാൻ സി ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ക്രിസ്റ്റൽസ് ഹിയർ അല്ലേ? ദർ വിൽ ബി മോർ ദാൻ വൺ ക്രിസ്റ്റൽസ് ഇൻ എ പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ. സോ നമ്മൾ പറഞ്ഞു നമുക്ക് ഡിഫറെൻറ്റ് ഗ്രെയിൻ ബൗണ്ടറി സെപ്പറേറ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് അതിൻ്റെ ക്യൂബിക് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം അല്ലേ? ഓരോ ക്രിസ്റ്റലിൻ്റെ അകത്തുള്ള ക്യൂബിക് സ്ട്രക്ചർ എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ ഗ്രെയിനിൻ്റെ അകത്ത് നോക്കിയാൽ ആ ഗ്രെയിനിൻ്റെ അകത്തുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചർ വിൽ ബി ഇൻ എ പർട്ടിക്കുലർ ഫാഷൻ. എല്ലാം സിമിലർ ഫാഷൻ ആയിരിക്കും. വേറൊരു ഗ്രെയിൻ എടുത്തു കഴിഞ്ഞാലോ അത് വേറൊരു ടൈപ്പ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഗോയിങ് ഫോർ അയണിന്റെ അല്ലെങ്കിൽ അയൺ കാർബൺ ഒരു സോളിഡ് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് ഫേസസ് ദർ. ലൈക്ക് നമുക്കറിയാം അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്ക് കുറേ ഫേസ് ഉണ്ടല്ലോ. ഫെറൈറ്റ്, ഓസ്റ്റനേറ്റ് അല്ലെ, ആൽഫ ഫെറൈറ്റ്, ഗാമ ഈസ് ഓസ്റ്റനേറ്റ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഫേസസ് നമ്മൾ നോക്കിയതാണ്. കൂടാണ്ട് പേളേറ്റ് ഈസ് ദെയർ, സിമെന്റേറ്റ്. ഓക്കെ. അപ്പോൾ ഈവൻ അത് നമുക്ക് എന്താക്കാം, ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് ഈ മൈക്രോഗ്രാഫ്സിലൂടെ കാണാൻ വേണ്ടി പറ്റും. സോ ഹൗ യു വിൽ ഗെറ്റ് ദിസ് മൈക്രോഗ്രാഫ്? These micrographs are images which we obtain from a microscope, electron microscope. അതിൽ നിന്ന് കിട്ടുന്ന ഇമേജ് ആണ് ഇത് അല്ലെ? അപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് ഈ മെറ്റീരിയൽസിന്റെ അകത്തേക്കുള്ള കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വി നീഡ് ടു ടേക്ക് ഇറ്റ് അണ്ടർ എ മൈക്രോസ്കോപ്പ്. We will use optical microscope. Okay, we are using optical microscope, but we can also go for scanning electron microscopes and all അല്ലെ? അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഒരു പരിധിവരെ നമ്മൾ എന്ത് ചെയ്യും? ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കൂടുതൽ മാഗ്നിഫിക്കേഷൻ്റെ റിക്വയർമെന്റ്സ് വരുന്ന സമയത്ത് നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യുന്നത്? വി വിൽ ഗോ ഫോർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ്. ഓക്കെ. സോ 200 മൈക്രോൺസിലും അതായത് 2 മൈക്രോൺസ് റേഞ്ചിലുള്ള രണ്ട് ഇമേജസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇമേജിൽ നമുക്ക് അവിടെ രണ്ട് ഫേസസ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ? പേർലൈറ്റ് ഫേസും ആൽഫ ഫ്രൈറ്റ് ഫേസും നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കിയേ, അവിടെ ഒരു ഫേസിനെ ഫർദർ മാഗ്നിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെക്കൻഡ് ഇമേജ്. 2 മൈക്രോൺ ലെവലിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതിന്റെ ഫർദർ അകത്തേക്കുള്ള എങ്ങനെയാണ് അതിന്റെ മൈക്രോ സ്ട്രക്ചർ നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണിത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്തോ. മൈക്രോ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനേഷൻ ഓർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു ഫോർ ദി ഡിറ്റർമിനേഷൻ ഓഫ് ദി മൈക്രോ സ്ട്രക്ചർ ഓഫ് എ സ്പെസിമെൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് എല്ലാവരും നോട്ട് ചെയ്തോ. സോ ദർ ആർ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. എസ് എ ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് ഇത് വരും. ഫസ്റ്റ് വൺ ഈസ് സെലക്ടിങ് ആൻഡ് കട്ടിങ് ദ സ്പെസിമെൻ. സെക്കൻഡ് വൺ ഈസ് റഫ് ഗ്രൈൻഡിങ് ദ സ്പെസിമെൻ. ദെൻ ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈൻ ഗ്രൈൻഡിങ്. ദെൻ പോളിഷിങ് ആൻഡ് ഫൈനലി എച്ചിങ് ദ സ്പെസിമെൻ. So after that we will take it under a microscope, either an optical microscope or an electron microscope like a scanning electron or a transmission electron microscope. Okay. Then selecting and cutting the specimen.
സോ നമ്മളതിൻ്റെ സെലക്ടിങ് ആൻഡ് കട്ടിങ് ദ സ്പെസിമെൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണല്ലേ. സോ വി നീഡ് ടു പ്രിപ്പയർ എ സ്പെസിമെൻ. So initially what we will do, firstly the specimen selected for study must be true representative of the material being studied. നമ്മൾ എടുക്കുന്ന സ്പെസിമെൻ്റെ ഏതെങ്കിലും ഡിഫക്റ്റീവ് പാർട്ട് നല്ല സ്പെസിമെൻ എടുക്കേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ മെറ്റീരിയലിൻ്റെ കോർ ആയിട്ടുള്ള ഒരു പാർട്ടിൽ നിന്നുള്ള ഒരു സാമ്പിൾ അല്ലെങ്കിൽ സ്പെസിമെൻ ആയിട്ട് എടുക്കുന്ന അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ടിൽ നിന്ന് വേണം എടുക്കാൻ അല്ലേ. സോ ഇറ്റ് മസ്റ്റ് ബി എൻഷുർ ദാറ്റ് ദി സ്പെസിമെൻ ഈസ് നോട്ട് ഹീറ്റഡ് അപ്പ് വൈൽ കട്ടിങ്. സോ നമുക്കറിയാം ടെമ്പറേച്ചർ വേരിയേഷൻസ്, കൂടുതലായിട്ട് ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും, ദർ വിൽ ബി ചേഞ്ച് ഇൻ ദി സ്ട്രക്ചർ ഓഫ് ദ മെറ്റീരിയൽ. സോ വി ഷുഡ് എൻഷുർ ദാറ്റ് ദ സ്പെസിമെൻ ഈസ് നോട്ട് ഹീറ്റഡ് അപ്പ് വൈൽ കട്ടിങ്. സോ നമുക്ക് ഡിഫറെൻറ്റ് കട്ടിങ് ടെക്നിക്സ് വെച്ച് നമുക്കത് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. സോ സ്പെസിമെൻ സൈറ്റ് അപ്രോക്സിമേറ്റ്ലി 10 to 15 mm size, that means 10 to 15 mm diameter or a square shape specimen is cut out. Okay. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടി എയ്തർ വി ക്യാൻ യൂസ് സോ അല്ലേ, നമ്മൾ ഹാക്സോ ബ്ലേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലത്തെ സോസ് യൂസ് ചെയ്യാം. അതർവൈസ് വി ക്യാൻ ഗോ ഫോർ എബ്രസീവ് വീൽസ്, എബ്രസീവ് വീൽ കട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഓക്കെ. സോ സെക്കൻഡ് വൺ ഈസ് റഫ് ഗ്രൈൻഡിങ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് റഫ് ഗ്രൈൻഡിങ്. സോ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഗ്രൈൻഡിങ് ഈസ് ടു മേക്ക് ദ സർഫസ് അബ്സല്യൂട്ട്ലി ഫ്ലാറ്റ്. നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ സർഫസ് ഫ്ലാറ്റ് ആക്കുക, കാരണം നമ്മളിതൊരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വ്യൂ ചെയ്യേണ്ടതാണ് അല്ലേ. So നമുക്ക് അത് it should be plain and flat. So the first step in grinding is to make the surface absolutely flat. So in order to make it suitable for viewing at higher magnifications through a microscope, so we will use a file here. നമ്മൾ ഓൾറെഡി വർക്ക്ഷോപ്പിൽ എല്ലാവരും ചെയ്തതാണ് ഫയൽ വെച്ചിട്ട്. സോ നമുക്കറിയാം we will fix the work piece in a fixture, and after that we will move the file in a to and fro അല്ലേ, not to remove the മെറ്റീരിയൽസ് ഫ്രം ദാറ്റ് വർക്ക് പീസ്. സോ അങ്ങനെയാണ് നമ്മൾ യൂഷ്വൽ കൺവെൻഷനായിട്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് സ്പെസിമെൻ ഇത് വളരെ ചെറിയ സ്പെസിമെൻ, 10 to 15 mm ഡയമീറ്റർ അല്ലെങ്കിൽ അത്രയും സൈസിലുള്ള സ്പെസിമെനാണ്. സോ വാട്ട് ഹിയർ വി വിൽ റബ് ദ സ്പെസിമെൻ ഓൺ ദി ഫയൽ. നമ്മൾ ജസ്റ്റ് ഫയലിൻ്റെ മുകളിൽ റബ്ബ് ചെയ്യാൻ ചെയ്യുന്നത്, അവിടെ നമുക്ക് ഹീറ്റ് കൂടാണ്ട് നോക്കണം. ഓക്കെ. സോ റഫ് ഗ്രൈൻഡിങ് ഈസ് ഡൺ യൂസിങ് എ rotating grinding wheel or using a file or a motor driven emery belt. So emery belts are used to grind the specimen. The file is kept stationary and the specimen is rubbed against it. അപ്പോൾ എപ്പോഴും ഫയൽ സ്റ്റേഷനറി ആയിട്ടാണ് ഉണ്ടാവുക, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയല്ല. Specimen is rubbed against the file. So care must be taken to ensure not to get the specimen heated up. The specimen and the hands of the operator should be washed to remove the coarse filings and abrasive particles. The specimen and the hands of the operator should be washed to remove the coarse filings and abrasive particles. So each operation കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഓപ്പറേറ്ററും ഹാൻഡ് വാഷ് ചെയ്യണം, അതുപോലെ തന്നെ സ്പെസിമെൻ നമ്മൾ വാഷ് ചെയ്യണം. Then intermediate and fine grinding. And this is carried out using a sequence of emery papers of progressively finer abrasive grid sizes. Okay. സോ നമ്മൾ ഇതുപോലത്തെ എമറി പേപ്പേഴ്സ് യൂസ് ചെയ്യും. സോ എമറി പേപ്പേഴ്സ് ഈസ് അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് ഗ്രിഡ് സൈസസ്. അപ്പോൾ ഗ്രിഡ് സൈസ് പറയുന്നത് എന്താണ്, അതിലുള്ള അബ്രസീവ് മെറ്റീരിയൽ ആണ്. സോ ഡിഫറെൻറ്റ് ഗ്രിഡ് സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഫ്രം കോറസ് ടു ഫൈനർ ഇറ്റ്സ് അവൈലബിൾ. അപ്പോൾ നമ്മൾ ആദ്യം കോറസ് വെച്ചിട്ടായിരിക്കും ഗ്രൈൻഡ് ചെയ്യുന്നത്, ആഫ്റ്റർ ദാറ്റ് ഫൈനിലേക്ക് നമ്മൾ പോകും അല്ലേ. സോ ഗ്രിഡ് സൈസസ് ഓഫ് 220. സോ ഇത് ഗ്രിഡ് സൈസസ് സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്പർ വെച്ചിട്ടാണ് സ്പെസിഫൈ ചെയ്യുന്നത് അല്ലേ. സോ ഗ്രിഡ് സൈസസ് ഓഫ് 220, 320, 400, 600. And these are all classified under coarse numbers അല്ലെ. coarse to fine ലേക്കാണ് നമ്മൾ പോലെ. So these are usually used for this purpose. ഇത് 220, 320, 400, 600 എന്നൊക്കെ നമ്പർ ഉള്ളത്. The emery paper is held on a hard flat surface like a glass plate and the specimen is rubbed against it with reasonable pressure. So here also നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എമറി പേപ്പർ വെച്ചിട്ട് നമ്മൾ റബ്ബ് ചെയ്യല്ല ചെയ്യുന്നത്. എമറി പേപ്പർ നമ്മൾ എന്ത് ചെയ്യും, ഗ്ലാസ് പ്ലേറ്റിനോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും സ്ട്രക്ചറിന്റെ മുകളിൽ നമ്മളത് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യും, ഇത് റബ്ബ് ചെയ്യുന്നത്. സോ ഫ്ലാറ്റ് സർഫസിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പ്ലേറ്റ് പോലത്തെ മുകളിലാണ് നമ്മളിത് കവർ ചെയ്ത് വെക്കുന്നത്, അതിന്റെ മുകളിലാണ് നമ്മൾ റബ്ബ് ചെയ്യുന്നത്. സോ ഒരു മിനിമം റീസണബിൾ പ്രഷർ വെച്ചിട്ട് നമ്മൾ അത് റബ്ബ് ചെയ്തെടുക്കും. സോ റബ്ബിംഗ് ഷുഡ് ബി ഡൺ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, പ്രിഫറബിളി ടുവാർഡ്സ് ദി ഓപ്പറേറ്റർ. സോ റബ്ബിംഗ് എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ഓപ്പറേറ്ററിലെ സിംഗിൾ ഡയറക്ഷൻ റബ്ബിംഗ് ആണ് ചെയ്യുന്നത്. After grinding on every paper, the specimen as well as the hands of the operator are thoroughly washed and dried. Okay.
സോ ഇവിടെ ഇവിടെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മൾ ഡിഫറെൻറ്റ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. സോ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യും, 220 ഗ്രിഡ് സൈസ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. സോ 220 ഗ്രിഡ് സൈസ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ റബ്ബ് ചെയ്തു. റബ്ബ് ചെയ്ത് അങ്ങനെയാണ് ദ പേപ്പർ ഈസ് ഫിക്സ്ഡ് on a glass plate, and above that we are rubbing the specimen towards the operator with a reasonable pressure. So after that we will go for the second fine grade ഗ്രിഡ് സൈസ് അല്ലെ. അത് 220 പിന്നെ 320 അങ്ങനെ അങ്ങനെ കൂടി പോവാണ്. അപ്പം 320 അടുത്ത് അപ്പോൾ ഈ 220 എല്ലാം ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതിലേക്ക് പോകും. മീൻസ് വി വിൽ വാഷ് ദ സ്പെസിമെൻ, വി വിൽ ഡ്രൈ ഇറ്റ്, then after that we will repeat the same procedure for 320, 400 and 600 grid sizes അല്ലെ. പക്ഷേ നമ്മൾ അടുത്ത ഗ്രിഡ് സൈസിലേക്ക് പോകുമ്പോൾ ബിഫോർ ടേക്കിംഗ് ഇറ്റ് ടു ദി 320 ഗ്രിഡ് സൈസ് വി വിൽ റൊട്ടേറ്റ് ദ സ്പെസിമെൻ. അപ്പോൾ ഇനീഷ്യലി ഞാൻ എങ്ങനെയാണ് സ്പെസിമെൻ വെച്ചത്, ആ സ്പെസിമെൻ നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടാകുമ്പോൾ അവിടെയൊക്കെ ചെറിയ ചെറിയ ലൈൻസ് വന്നിട്ടുണ്ടാവും അല്ലെ. നമുക്കറിയാം, മീൻസ് നമുക്ക് എത്ര നോക്കിയാലും അത്രയും ഫൈൻ ഗ്രൈൻഡിങ് ആയിരിക്കില്ല, ചെറിയ ചെറിയ ലൈൻസ് വിസിബിൾ ആയിരിക്കും. സോ അതിന് നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഗ്രൈൻഡിങ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു 90 ഡിഗ്രി അതിനെ ടേൺ ചെയ്തു. അപ്പോൾ നമുക്ക് എന്തായിരിക്കും, നേരത്തെയുള്ള ലൈൻസിന് ക്രോസ് ആയിട്ട് അല്ലെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അടുത്ത ഗ്രൈൻഡിങ്ങിന്റെ ആക്ഷൻ വരുന്നത്. Okay, so each time after grinding in a particular grid size paper, we will wash the specimen, dry the specimen. After that, we will take the second grid size, which is finer, and after that, we will turn the specimen to 90 degree, and after that, we will ground it. Okay. So this procedure will be repeated till the finest emery paper has been used, and the specimen surface would be apparently free from scratches. Scratch free ആക്കാന്നാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നതാണ് സ്പെസിമെൻ ഈസ് ഫസ്റ്റ് ഗ്രൗണ്ട് ഓൺ 220 ഗ്രിഡ് എമറി പേപ്പർ സോ ദാറ്റ് ന്യൂ സ്ക്രാച്ചസ് ഡ്യൂ ടു പ്രസന്റ് ഗ്രൈൻഡിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് അല്ലെ. അപ്പോൾ ഓരോ തവണ ഗ്രൈൻഡ് ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ സ്ക്രാച്ചസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓരോ തവണ ഗ്രൈൻഡ് ചെയ്യുമ്പോഴും അവിടെ അതിന്റെ ഗ്രൈൻഡ് ചെയ്തതിന്റെ ഒരു സ്ക്രാച്ചസ് നമുക്ക് കാണാം. സോ ഡ്യൂ ടു ദ പ്രസന്റ് ഗ്രൈൻഡിങ് ആർ പ്രൊഡ്യൂസ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദോസ് വേർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഫയലിംഗ് ഓർ ഗ്രൈൻഡിങ്. Grinding on 220 paper is continued till all the previous scratches are disappeared. Specimen is then washed and dried. The same procedure is repeated with 320, 400 and 600 grid papers, one after the other. While transferring the specimen to next finer grade of paper, the specimen should be turned through 90 degree and ground. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓരോ തവണയും അതിനെ 90 ഡിഗ്രി തിരിച്ചിട്ടാണ് ചെയ്യുന്നത്. 90 ഡിഗ്രി തിരിച്ച് ചെയ്യുമ്പോൾ പ്രീവിയസ് ഗ്രൈൻഡിങ്ങിൽ എത്രയാണോ ഇതുപോലത്തെ സ്ക്രാച്ചസ് ഉണ്ടായത് അത് കംപ്ലീറ്റ് റിമൂവ് ആവുന്ന വരെ നമ്മൾ ഇവിടെ ഈ 90 ഡിഗ്രിയിൽ ഗ്രൈൻഡ് ചെയ്യും. അതിനുശേഷം ഇതിനെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് അടുത്ത ഫൈനർ ഗ്രിഡ് സൈസ് എടുക്കും, വീണ്ടും 90 ഡിഗ്രി തിരിച്ചിട്ട് വീണ്ടും ഗ്രൈൻഡ് ചെയ്യും. Okay, so this procedure repeated till the finest emery paper has been used and the specimen surface would be apparently scratch free. Instead of hand grinding, machine grinding can also be made use of, in which the emery paper is fixed on the top of a rotating wheel and the specimen is hand held against the rotating paper, applying appropriate pressure. Supply of water is made to the rotating wheel so as to provide a lubricating action and also to flush out the debris particles resulting out of grinding actions. നമുക്ക് അങ്ങനെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. അങ്ങനെയാണ് റൊട്ടേറ്റിംഗ് വീലിൻ്റെ മുകളിൽ ഈ എമറി പേപ്പർ ഫിക്സ് ചെയ്തിട്ട് അത് റൊട്ടേറ്റിംഗ് വീൽ റൊട്ടേറ്റ് ചെയ്യും, സ്പെസിമെൻ ഹാൻഡ് ഹെൽഡ് ആയിട്ട് വെക്കും അല്ലെ. സോ ലൈക്ക് ദാറ്റ് ഓൾസോ വി ക്യാൻ ഗ്രൈൻഡ് ദി സ്പെസിമെൻ. ദെൻ കംസ് ദി ഫൈൻ ഗ്രൈൻഡിങ് പാർട്ട്. എന്താണ് ഫൈൻ ഗ്രൈൻഡിങ് ചെയ്യുന്നത്? ഫൈൻ ഗ്രൈൻഡിങ് ഈസ് ഓൾസോ ഡൺ ഇൻ എ മാനർ similar to that of intermediate grinding, using another set of fine grit emery papers designated as 1 bar 0, 2 bar 0, 3 bar 0, 4 bar 0 or 0 0. That is അങ്ങനെയാണ് അതിന്റെ നൊട്ടേഷൻ വരുന്നത് അല്ലെ. ഇപ്പോൾ ഫൈൻ ഗ്രൈൻഡിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പേഴ്സ് എല്ലാം എന്താണ് ഫൈൻ ഗ്രിഡ് സൈസസ് ഉള്ള പേപ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. So at the end of the fine grinding stage, the specimen surface would be shining and scratch free on a visual examination. So physical നമ്മൾ ഒരു വിഷ്വൽ എക്സാമിനേഷനിൽ നമുക്ക് അത് സ്ക്രാച്ച് ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, അത് ഷൈനി ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ. നമുക്കൊരു മിറർ ലൈക്ക് പോളിഷ് നമുക്ക് അവിടെ കിട്ടണം അല്ലെ. ഓക്കെ, സോ ദാറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പോളിഷിംഗ്. സോ fine grinding of the specimen would leave the specimen surface with a series of very small parallel grooves cut by the particles on the last emery paper employed. So whatever the finer emery papers we are using, there will be certain amount of grooves cut by these particles അല്ലെ. അപ്പൊ ഇത് എമറി പേപ്പർ എന്ന് പറഞ്ഞാൽ ഇത് കുറെ പാർട്ടിക്കിൾസ് ആണല്ലേ, ഒരു പേപ്പറിൽ ഒട്ടിച്ചു വെച്ചിട്ടുള്ള കുറെ എബ്രസീവ് പാർട്ടിക്കിൾസ് ആണ് ഇതല്ലേ. അപ്പൊ ഓരോ പാർട്ടിക്കിൾസും ഈ
ഇത് സ്ക്രാച്ച് ചെയ്ത് നമ്മൾ പോകുമ്പോൾ അവിടെ മെറ്റീരിയൽ റിമൂവൽ എങ്ങനെ ചെയ്യുന്നത്, ഈ ഓരോ പാർട്ടിക്കിൾസും ആ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് റിമൂവ് ചെയ്തത്? ഒരു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു ചെറിയൊരു ഡോട്ടാണ്, ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഇല്ല, അതെല്ലാം അതൊരു പ്ലോയിങ് ആക്ഷൻ പോലെ അവിടുത്തെ മെറ്റീരിയൽ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തവണ നമ്മൾ റബ്ബ് ചെയ്യുമ്പോഴും അവിടെ എന്ത് സംഭവിക്കുന്നു, അവിടെ അത്രയും മെറ്റീരിയൽ റിമൂവ് ആ ചെയ്യുന്നത്, അവിടെ അത്രയും ഒരു ലൈൻ ഫോർമേഷൻ ആണ് നടക്കുന്നത് അല്ലേ. സോ വാട്ട് എവർ ദി സ്മോൾ ഗ്രിഡ് പേപ്പർ വി ആർ യൂസിങ്, ദർ വിൽ ബി സർട്ടൻ എമൗണ്ട് ഓഫ് ലൈൻസ് അല്ലെ, അത്രയും അവിടെ ബാക്കിയായിട്ടുണ്ടാവും. ഓക്കെ, ലൈൻസ് ഇവിടെ സ്മോൾ പാരലൽ ഗ്രൂവ്സ് പറയുന്ന ഈ ലൈൻസിനെയാണ്. അപ്പൊ ഇതുപോലത്തെ സ്മോൾ പാരലൽ ഗ്രൂവ്സ് അവിടെ ഉണ്ടാവും. ദ പോളിഷിംഗ് ഓപ്പറേഷൻ ഈസ് മെന്റ് to remove these grooves by means of a burnishing operation. So after that we will go for a operation, burnishing operation. എന്താണ് burnishing operation നോക്കാം. അവിടെയാണ് നമ്മൾ ഇത് ഈ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ polishing operation. The specimen surface are polished by means of a rotating cloth pad. അപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് ക്ലോത്ത് പാഡ് വെച്ചിട്ടാണ് ഇത് നമ്മൾ പോളിഷ് ചെയ്യുന്നത് അടുത്തത്. സോ ചെമോയിസ് ലെതർ എന്നുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഫിക്സഡ് ടു എ റൊട്ടേറ്റിംഗ് വീൽ. സോ ദാറ്റ് റൊട്ടേറ്റിംഗ് ക്ലോത്ത് പാഡ് ഇറ്റ് വിൽ ബി ഇംപ്രിഗ്നേറ്റഡ് വിത്ത് എ സ്യൂട്ടബിൾ പോളിഷിംഗ് മീഡിയം. ഒരു ക്ലോത്ത് പാഡ് ഉണ്ട്, അത് യൂസ് ചെയ്യുന്നത് ചെമോയിസ് ലെതർ എന്നുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതിൽ നമ്മൾ എന്താണെന്നാണ് അതിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളത്, അതുമായിട്ട് ഇംപ്രിഗ്നേറ്റ് ചെയ്തിട്ട് നമുക്ക് വെച്ചിട്ടുണ്ട്. ഇറ്റ് എ സ്യൂട്ടബിൾ പോളിഷിംഗ് മീഡിയം. The cloth is thoroughly wetted with distilled water and a small quantity of polishing powder or paste is applied onto the cloth. A constant drip of water is also applied to the wheel, which is rotated at a low speed. The specimen is held against the rotating wheel with sufficient pressure and slowly moved in a direction opposite to the direction of rotation, while the specimen itself is given a rotary motion by the operator. നമ്മൾ ഈ കെമോയിസ് ലെതറിന്റെ മുകളിൽ, ക്ലോത്തിങ് പാഡിന്റെ മുകളിൽ ഇത് നമ്മൾ റൊട്ടേറ്റ് മീൻസ് ഇത് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടല്ലോ, ഓൾറെഡി ഫിക്സഡ് വീലിൽ ഇത് മൂവ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോളിഷിംഗ് മീഡിയം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ക്ലോത്ത് പാഡ്. സോ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, എങ്ങനെയായിട്ടാണ് റൊട്ടേഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇത് മൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനെ ആ സ്പെസിമെനെയും കൂടി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ടു ടൈപ്സ് ഓഫ് പോളിഷിംഗ് അല്ലെങ്കിൽ ഒരു ഫൈൻ പോളിഷിംഗ് ആണ് അവിടെ നടക്കുന്നത്. So harder specimens like iron and steels are generally given a two-stage polishing. Okay, the first one using polishing agents with a particle size of about 6 microns. So initially particle size ആയിട്ട് നമ്മൾ ഉപയോഗിച്ച 6 microns particles വെച്ചിട്ടാണ് initial first stage polishing നടത്തിയത് for materials like iron and steels. Then diamond powder in the form of paste or slurry and alumina Al2O3 powder are the common materials used in this first phase. The specimen is then washed and final polishing is done on a second wheel using powder particles of 0.5 to 1 micron size. Okay, അപ്പോൾ ഹാർഡ് സ്പെസിമെൻസ് എല്ലാം നമ്മൾ ടു സ്റ്റേജ് പോളിഷിംഗ് ആ ചെയ്യല്. ഫസ്റ്റ് സ്റ്റേജിൽ 6 മൈക്രോൺസ് ആണ് പാർട്ടിക്കിൾ സൈസ്, അത് വെച്ചിട്ടുള്ള ഡയമണ്ട് പൗഡേഴ്സ് ഓർ അലുമിന, ഈ പൗഡേഴ്സ് ആണ് നമ്മളവിടെ പോളിഷിംഗ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് പോളിഷ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ദ സെയിം പൗഡർ ഓഫ് ദ ഓർഡർ 0.5 to 1 microns സൈസിൽ യൂസ് ചെയ്തിട്ടാണ് സെക്കൻഡ് സ്റ്റേജ് പോളിഷിംഗ് നമ്മൾ ചെയ്യുന്നത്. So these all are for hard specimens. Now non-ferrous specimens are polished in single or double stage depending upon the nature of the alloy. ഇനി അയൺ ഇല്ലാത്ത അല്ലെങ്കിൽ നോൺ ഫെറസ് ആയ മെറ്റീരിയൽസ് സ്പെസിമെൻസ് എങ്ങനെയാണ് പോളിഷ് ചെയ്യുന്നത്? either we will go for a single stage or we can go for a double stage, depends on the nature of the alloy. For the finish polishing, magnesium MgO2 powder is used instead of alumina. സോ ഈ കേസിൽ നോക്കിയാൽ നമ്മൾ ഫിനിഷ് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ കേസിൽ നമ്മൾ അലൂമിന യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ അതിന് പകരം മെഗ്നീഷ്യാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ഫേസിൽ മെഗ്നീഷ്യം MgO2 പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് കോപ്പർ അലോയ്സ് എ പോളിഷിംഗ് പേസ്റ്റ് നോൺ ആസ് ബ്രാസോ ഈസ് സംടൈംസ് യൂസ്ഡ്. അപ്പോൾ കോപ്പർ അലോയ്സിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ പോളിഷിംഗ് പേസ്റ്റിന്റെ പേരാണ് ബ്രാസോ. At the end of the fine polishing, the specimen surface should be scratch free with a perfectly shining appearance. അപ്പോൾ അതിൽ നമുക്കൊരു മിറർ ലൈക്ക് appearance നമുക്ക് കിട്ടും at the end of the fine polishing. The following precautions are to be observed for a successful finish. എന്തൊക്കെയാണ്? Ensure that the specimen is not heated up during cutting and grinding. Ensure that the specimen is not heated up during cutting and grinding. അപ്പോൾ ആദ്യം മുതൽ നമ്മൾ പറയുന്നുണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടാണ്ട് നോക്കണം. ബിക്കോസ് it can change the microstructure or the structure of the material of the specimen. So we will get a wrong result. അല്ല, ഈ സ്പെസിമെൻ എന്ന് പറയുന്നത് ഈ എൻ്റയർ മെറ്റീരിയലിൻ്റെ ഒരു
ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. അപ്പം അതിൽ ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ആ ഡിഫക്റ്റ് തന്നെ ആ ഡിഫക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫർദർ ഡാറ്റാസ് ഒക്കെ നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തല്. ഓക്കെ, അപ്പം നമുക്ക് തെറ്റായ ഒരു ആൻസറാണ് നമുക്ക് കിട്ടുക. Absolute cleanliness is essential at every stage. So every stage we are the specimen will be washed off. Operator should clean his hands. Okay, deep scratches cannot be removed by polishing. Specimen has to be ground again step by step. So നമ്മൾ ഫൈനലി പോളിഷിംഗ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടെ പോളിഷ് ചെയ്താലും പോവാത്ത കുറേ സ്ക്രാച്ചസ് ഉണ്ടെന്ന് വിചാരിക്കാം. മീൻസ് ഗ്രൂവ്സ്, നേരത്തെ പറഞ്ഞ ഈ ഫൈൻ ഗ്രൈൻഡൊക്കെ ചെയ്യുന്ന സമയത്തും ദർ വിൽ ബി സർട്ടൈൻ പാർട്ടിക്കിൾസ്. അതൊക്കെ നമ്മൾ ഈ പേപ്പറിൽ തന്നെ ചില പാർട്ടിക്കിൾസ് ചിലപ്പോൾ വലിയ ഒരു ഗ്രൂപ്പ്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടാവും. So this type of deep scratches cannot be removed by this type of polishing operation. So what we will do, this specimen has to be ground again step by step. അപ്പോൾ ഇനീഷ്യൽ പ്രീവിയസ് സ്റ്റെപ്പിലേക്ക് നമ്മൾ അതിനെ തിരിച്ചു വിടും, വീണ്ടും അത് ഗ്രൈൻഡ് ചെയ്തിട്ട് വീണ്ടും ഫൈൻ ഗ്രൈൻഡ് ഒക്കെ ചെയ്തിട്ട് ആ സ്ക്രാച്ച് ഒക്കെ റിമൂവ് ചെയ്തിട്ട് വന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും അത് പോളിഷ് ചെയ്തിട്ട് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്ലൈ ഓൺലി ലൈറ്റ് പ്രഷർ ഡ്യൂറിങ് ഗ്രൈൻഡിങ് ആൻഡ് പോളിഷിംഗ്. സോ പ്രഷർ അപ്ലൈഡ് വൈൽ ഗ്രൈൻഡിങ് ആൻഡ് പോളിഷിംഗ്, ലൈറ്റ് പ്രഷർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. Too long polishing may make the specimen surface rippled. So polishing കൂടുതൽ പോളിഷ് ചെയ്യരുത്. അഗെയിൻ ഇറ്റ് വിൽ അത് നമുക്കത് നെഗറ്റീവായിട്ട് വരും. സർഫസിൻ്റെ എന്താണ് നമുക്ക് വേണ്ടത് സ്മൂത്ത് സർഫസ് ആണ്, നമുക്ക് വേണ്ടത് പ്ലെയിൻ സ്മൂത്ത് സർഫസ് ആണ്. നമുക്കിത് ഉദ്ദേശം എന്താണെന്ന് നമുക്കൊരു മൈക്രോഗ്രാഫ് ഇമേജ് എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് റീഡിങ് കിട്ടും അല്ലേ. So too much polishing will ripple the surface, so we will not get a good image of the specimen. And the final stage is the etching. So ലാസ്റ്റ് സ്റ്റേജാണ് എച്ചിങ്. നമ്മൾ എച്ചിങ് റിയേജൻസ് വെച്ചിട്ട് നമുക്ക് അത് എച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിഫറെൻറ്റ് എച്ചിങ് റിയേജൻസ് യൂസ് ചെയ്യുന്നുണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസിന്. സോ ബിഫോർ ബീങ് എച്ച്ഡ് സ്പെസിമെൻ ക്യാൻ ബി വ്യൂഡ് ഫോർ ഇൻക്ലൂഷൻ, സ്ലാഗ്സ്, ഫ്ലേക്സ്, ഇതുപോലെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ നോക്കണം. സോ ബിഫോർ ബീങ് എച്ചിങ് the specimen can be viewed for inclusion, slags, flakes, etc. Okay. അപ്പോൾ നമ്മൾ എച്ചിങ്ങിന് തൊട്ട് മുമ്പ് ചെയ്യുന്നത് മെക്കാനിസം ഓഫ് പോളിഷിംഗ് അല്ലേ. സോ ദാറ്റ് മെക്കാനിസം ഓഫ് പോളിഷിംഗ് ഇവൻ ക്യാൻ ലീവ്സ് എ ഫ്ലോഡ് ഓർ അമോർഫസ് ലെയർ ഓഫ് മെറ്റൽ ഓൺ ദ സർഫസ്. അൺലെസ് ദിസ് ലെയർ ഈസ് റിമൂവ്, ദ ട്രൂ സ്ട്രക്ചർ വിൽ നോട്ട് ബി റിവീൽഡ്. അപ്പോൾ പോളിഷ് ചെയ്തതിന് ശേഷവും നമുക്ക് ഒരുപക്ഷെ എച്ചിങ് ചെയ്യാൻ പാകത്തിന് നമ്മൾ മെറ്റീരിയൽ പ്രിപ്പയർ ആയിട്ടുണ്ടാവില്ല അല്ലേ. സർഫസ് മേ ബി ഫ്ലോഡ്, അല്ലെങ്കിൽ നമുക്ക് അവിടെയും ഒരു അമോർഫസ് ലെയർ ആയിരിക്കും കിട്ടി, നമുക്ക് ഡാറ്റാസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സർഫസ് ആയിരിക്കില്ല അവിടെ കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, സോ എച്ചിങ് ഈസ് ഡൺ ഓൺ എ പോളിഷ് സ്പെസിമെൻ ടു റിമൂവ് ദ ഫ്ലോഡ് ലെയർ പ്രൊഡ്യൂസ്ഡ് ബൈ പോളിഷിംഗ്. ഓക്കെ, സോ ഇതുപോലെ ഈ ഫ്ലോഡ് ലെയറിനെ റിമൂവ് ചെയ്യാണ് നമ്മൾ എച്ചിങ് ചെയ്യുന്നത്. സോ എൻ എച്ചൻഡ് ഈസ് യൂസ്ഡ്. ഓക്കെ, നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ പോളിഷിംഗ് റിയേജൻസ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോഡ് ലെയർ അതിൻ്റെ മുകളിൽ ഉണ്ടാവും. So we need to remove that by using suitable chemical reagents. So for that only we are doing etching. Etching is done on a polished specimen to remove the flawed layer produced by polishing. An etchant is used to dissolve this layer and remove it so that the microstructural features are visible under a microscope. നമ്മൾ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്താണ്, ഇതിനെ വെറുതെ സ്മൂത്ത് ആക്കുക മാത്രമല്ല, സ്മൂത്ത് ആക്കിയ ആ ഇമേജിനെ നമുക്ക് മൈക്രോഗ്രാഫിലൂടെ ഒരു ഇമേജ് ഫോട്ടോഗ്രാഫ് എടുക്കാൻ വേണ്ടി പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലേ. ബട്ട് പോളിഷ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, സ്പെസിമെൻ അവിടെ പെർഫെക്റ്റ്ലി പോളിഷ്ഡ് ആയെങ്കിലും അവിടെ അതിൻ്റെ ഒരു ഫ്ലോഡ് ലെയർ അല്ലെങ്കിൽ ഒരു അമോർഫസ് ലെയർ അതിന് മുകളിൽ തങ്ങി നിൽക്കും. സോ വി നീഡ് ടു റിമൂവ് ദാറ്റ് ഫ്ലോഡ് ഓർ അമോർഫസ് ലെയർ. ഫോർ ദാറ്റ് വി ആർ ഗോയിങ് ഫോർ എച്ചിങ്. Then only we will get a clear microstructural features under a microscope. The flawed layer acts as a covering above the polished surface as shown. A lighter etching will remove the flawed layer and expose the grains, while a deeper etch will remove some portion of the grain as well as in figure. അപ്പോൾ എപ്പോഴും നമ്മൾ എച്ചിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, എച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്പെസിമെൻ, ഇപ്പോൾ ഇതിൽ ഫിഗറിൽ കാണിക്കുന്ന സ്പെസിമെൻ അണ്ടർ മൈക്രോസ്കോപ്പ് സ്റ്റഡി ആഫ്റ്റർ ഗ്രൈൻഡിങ് ആൻഡ് പോളിഷിംഗ്, ഫസ്റ്റ് വൺ. സോ ഈവൺ ആഫ്റ്റർ ഗ്രൈൻഡും പോളിഷും ചെയ്ത് കഴിഞ്ഞാൽ നോക്കി അതിന് മുകളിൽ ഒരു ഫ്ലോഡ് ഒരു മെറ്റൽ ലെയർ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. ദെൻ സെക്കൻഡ് വൺ ആഫ്റ്റർ ലൈറ്റ് എച്ചിങ്. ലൈറ്റ് എച്ച് ചെയ്യുമ്പോൾ നമുക്ക് നോക്കി എന്താണ് കിട്ടുന്ന ലെയർ എന്ന് കാണാം. ആഫ്റ്റർ ഡീപ്പ് എച്ചിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള ഫിഗറാണ് ഡീപ്പ് എച്ചിങ് കാണിക്കുന്നത് അല്ലേ. ഡീപ്പ് എച്ചിങ് കാണിക്കുമ്പോൾ നോക്കിയാൽ ഏതെങ്കിലും ക്രിസ്റ്റൽ നോക്കി അതിൻ്റെ സർഫസിൽ കൃത്യമായിട്ട് ആ സർഫസിലുള്ള കുറേ മെറ്റീരിയലിനും അത് കെമിക്കൽ ആക്ഷൻ വഴി അത് നശിപ്പിച്ചു കളഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ ബൗണ്ടറീസിന് അതുപോലെ തന്നെ ഡിസോൾവ് ചെയ്ത് കളയുന്നുണ്ട്.
നമുക്ക് അത്രയും കൂടുതൽ എച്ചൻസ് യൂസ് ചെയ്യരുത്, അത്രയും ടൈം യൂസ് ചെയ്യരുത്. നമുക്ക് ലൈറ്റ് ആയിട്ട് മാത്രമേ എച്ചൻസ് യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, a lighter etching will remove the flawed layer and expose the grains, while a deeper etcher will remove some portion of the grains as well. So അതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. എച്ചിങ്ങിൽ എന്താണ്, ബിഫോർ എച്ചിങ് ദ സ്പെസിമെൻ the specimen must be absolutely clean, otherwise it will stain during etching. Okay, the specimen is washed in running water. The surface is swabbed with cotton wool dipped in soap solution and again washed in running water. സോ നമ്മളത് റണ്ണിങ് വാട്ടറിൽ ക്ലീൻ ചെയ്യുന്നുണ്ട്, അഗെയിൻ സോപ്പ് യൂസ് ചെയ്തിട്ട് വീണ്ടും ക്ലീൻ ചെയ്യുന്നുണ്ട്, അഗെയിൻ റണ്ണിങ് വാട്ടറിൽ ക്ലീൻ ചെയ്യും. ദ സർഫസ് ഷുഡ് ബി ഡ്രൈഡ് ഇമ്മീഡിയറ്റ്ലി ബൈ എ ഹോട്ട് എയർ ഡ്രയർ. To ensure better cleanliness, the surface can be finally dipped in boiling alcohol or methylated spirit for about 2 minutes. ഓക്കെ, അപ്പോൾ നമ്മളൊരു എന്താണ് ഒരു ബോയിലിംഗ് ആൽക്കഹോളിൽ ഇത് ഫർദർ ഇത് എല്ലാ രീതിയിലും അത് ക്ലീൻ ആയി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ആൽക്കഹോൾ സൊല്യൂഷനിൽ അല്ലെങ്കിൽ സ്പിരിറ്റിൽ നമ്മളതിനെ ഡിപ്പ് ചെയ്യും. സോ ഒരു ബോയിലിംഗ് ആൽക്കഹോൾ അല്ല, ഓക്കെ, അത് ബോയിലിംഗ് കണ്ടീഷനിലായിരിക്കും. സോ വി നീഡ് ടു ഇലക്ട്രിക്കലി ഹീറ്റ് ദാറ്റ് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രിക്കലി ഹീറ്റഡ് വാട്ടർ ബാത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ ആൽക്കഹോൾ ഹീറ്റ് ചെയ്യുന്നത്. സോ അതിൽ നമ്മൾ ഏകദേശം 2 to 3 minutes നമ്മളിത് ഡിപ്പ് ചെയ്ത് വെക്കും ടു എൻഷുർ ബെറ്റർ ക്ലെൻലിനെസ്. And after that, we will go for etching. When thoroughly clean, the specimen is etched by dipping the specimen into the etching reagent and agitated for a few to several seconds depending upon the material. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ സ്പെസിമെനെ നമ്മൾ എച്ചിങ് റിയേജന്റിൽ ഡിപ്പ് ചെയ്തു, അതിനുശേഷം നമ്മൾ അതിനൊന്ന് അതിലൊന്ന് എജിറ്റേറ്റ് ചെയ്യും അല്ലെ, ഒന്ന് കലക്കിയെടുക്കും അല്ലെ, അതിനൊന്ന് മിക്സ് ചെയ്യും. ഓക്കെ, ഫോർ എ ഫ്യൂ ടു സെവറൽ സെക്കൻഡ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെറ്റീരിയൽ സൈസും മെറ്റീരിയൽ നേച്ചർ അനുസരിച്ച് നമ്മളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ അല്ലെ, ടൈമിങ് മാറും. A few seconds would be sufficient for plain carbon steels and brasses, while several minutes would be necessary for stainless steels. ഓരോ മെറ്റീരിയലിനും അത് മാറിക്കൊണ്ടിരിക്കും, വ്യത്യസ്തമാണ്. Then the specimen is very quickly transferred to running water to wash away the etching reagents. So immediately after etching, we need to wash away these etching reagents. After drying, the surface is examined by naked eye. During etching, the bright appearance of the surface would be lost and become dull, and in certain materials, the grain structure may even be visible. Once the specimen has been etched successfully, the surface would become uniformly dull. അപ്പോൾ എച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തോന്നും നേരത്തെ പോളിഷ് ചെയ്തപ്പോൾ കിട്ടിയ അത്രയും പോലും എച്ചിങ് ചെയ്തപ്പോൾ നമുക്ക് അത്രയും കാണാൻ വേണ്ടിയിട്ട് അത്രയും പോരല്ലോ എന്ന്. കാരണം ഇറ്റ് മേക്ക് ദ സർഫസ് വെരി ഡൾ. അപ്പോൾ പോളിഷ് ചെയ്തപ്പോൾ നമുക്കത് നല്ല മിറർ ലൈക്ക് ഫിനിഷ് ആയിരുന്നു കിട്ടിയത്. പക്ഷേ അതിൻ്റെ മുകളിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം നമുക്കൊരു മൈക്രോഗ്രാഫ് ഇമേജ് ആണ് ആവശ്യം അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എച്ചിങ്ങിന് പ്രിപ്പയർ ആവുന്നത്. എച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു യൂണിഫോം ഡൾനെസ് ആയിരിക്കും നമുക്കത് നേക്കഡ് ആയിക്കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അല്ലേ. With practice, by simply observing the degree of dullness of the surface, one can decide when to stop the etching. Okay, so that is depends on the practice of the operator. അല്ലെ, അപ്പോൾ ഈ ഡിഗ്രി ഓഫ് ഡൾനെസ് നോക്കിയിട്ട് നമുക്ക് എത്ര അതിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, എത്രയാണ് എപ്പോഴാണ് ഈ എച്ചിങ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. The time required for etching varies with the different alloys and etching reagents. Okay, നേരത്തെ പറഞ്ഞ പോലെ സെയിം എച്ചിങ് റിയാജൻസ് ആ യൂസ് ചെയ്യുന്നെങ്കിൽ അത് ഓരോ മെറ്റീരിയലിനും ഡിഫറെൻ്റ് ആയിരിക്കും അതിന്റെ ടൈം. അതുപോലെ തന്നെ ഓരോ എച്ചിങ് റിയാജൻസിനും ഓരോ ടൈമിംഗ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. സോ നിങ്ങൾ കുറച്ച് എച്ചിങ് റിയേജൻസും അതിൻ്റെ കോമ്പോസിഷനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഈ ഡീറ്റെയിൽസ് ഇപ്പോൾ ടാബുലാർ കോളത്തിൽ കാണുന്ന ഡീറ്റെയിൽസ് ഒന്ന് പഠിച്ചു വെക്കണം. ഒരു 4-5 എണ്ണത്തിൻ്റെ പഠിച്ചു വെക്കണം. കാരണം ഈ ഇതിൽ എക്സാമ്പിൾ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. ഏതർ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിരിക്കും ചോദിക്കുക എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ പോളിഷിങ്ങും എച്ചിങ്ങും മാത്രം സെപ്പറേറ്റ് എഴുതാൻ വേണ്ടി പറയാം. അല്ലെങ്കിൽ വാട്ട് ആർ ദ പ്രോസസ് ഡ്യൂറിങ് എച്ചിങ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് എച്ചിങ് റിയേജൻസ് യൂസ്ഡ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് എച്ചിങ് റിയേജൻസ് പഠിക്കാം. നൈട്രൽ, പൈക്രൽ, ആൽക്കലൈൻ, സോഡിയം പൈക്രേറ്റ്, ആസിഡ് അമോണിയം പെർസൾഫേറ്റ്, അതുപോലെ അമോണിയ ഹൈഡ്രജൻ പെർസൾഫേറ്റ്, അതുപോലെ ഒരുപാട് എച്ചിങ് റിയേജൻസ് ഉണ്ട്. ഓക്കെ, എച്ചൻസ് ഉണ്ട്. സ്കെല്ലസ് റിയേജൻ, ഡൈല്യൂട്ട് ഹൈഡ്രോഫ്ലോറിക് ആസിഡ്. So if the etching is not successful, the specimen should be repolished to remove the etched surface and etched again. Okay, എച്ച് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ നോക്കി. അപ്പോൾ സക്സസ്ഫുൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് അഗൈൻ വി വിൽ ടേക്ക് ഇറ്റ് ഗോ ഫോർ റീപോളിഷിങ് ഇറ്റ്. ആൻഡ് റീപോളിഷ് ചെയ്യുമ്പോൾ വീണ്ടും എച്ച് ചെയ്ത സർഫസ് മൂവ് ചെയ്ത് നേരത്തെ പോലെ ഒരു ഫ്ലോഡ് സർഫസ് അവിടെ കിട്ടും, സ്മൂത്ത്. അഗൈൻ വി നീഡ് ടു ഡു ദ എച്ചിങ് അഗൈൻ. Excessive etching would destroy the fine structural details and may also require repolishing or re-etching. എക്സസീവ് എച്ചിങ് ചെയ്യരുത്. അത് കംപ്ലീറ്റ് നമ്മൾ മെറ്റീരിയലിൽ തന്നെ നമ്മളെ വേണ്ട ഡീറ്റെയിൽസിൽ തന്നെ അത്
ചിലപ്പോൾ കളയും. അതുകൊണ്ട് നമ്മൾ ടൈം ഇമ്പോർട്ടൻ്റ് ആവും. ആഫ്റ്റർ എച്ചിങ്, the surface should not be touched with anything. It should be examined immediately before oxidation. Otherwise, contamination can occur on the surface. Immediately after etching, we will take it for observation and analysis. Okay. So, അതിനുശേഷം അതിൽ നമ്മൾ ടച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ സമയം കഴിയുന്നതനുസരിച്ച് അവിടെ ഓക്സിഡേഷൻ നടക്കാനുള്ള ചാൻസും ഉണ്ട്. അതുവഴി കണ്ടാമിനേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. സോ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് step-by-step procedure for the determination of microstructure of the specimen. Very important ആണ്. ഇതിൽ essay type question ചോദിക്കാം. വിത്ത് എക്സാമ്പിൾ നിങ്ങൾ ഈ എച്ചിങ് റിയേജൻസിൻ്റെ ഒക്കെ വിത്ത് എക്സാമ്പിൾ തന്നെ പഠിക്കണം. സെപ്പറേറ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് വരാം. ഇനിയുള്ള ക്ലാസ്സിൽ അടുത്ത മൊഡ്യൂൾസിനൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് വരുന്നുണ്ട്, ഫിക്സ് ലോ, ബ്രാഗ്സ് ലോ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡിഫ്യൂഷൻ, അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം, കാസ്റ്റ് അയൺ ആൻഡ് ക്ലാസിഫിക്കേഷൻ, അതുപോലത്തെ ടോപ്പിക്സ് ആയിരിക്കും. ഓക്കെ. ഒന്ന് അറ്റൻഡൻസ് ഒന്ന് വിളിക്കാം. ആകാശ് കെ എം, ആകാശ്, അഖിലം, അമിത് കെ, പ്രസന്റ് സാർ. അനിരുദ്ധ് സുരേഷ്, കാർത്തിക് ഉണ്ടല്ലോ, കാർത്തിക് സാർ. ലാദിൻ, ഷഹസാദ്, മുക്താസിം, പ്രസന്റ് സാർ. മുഹമ്മദ് അസഫ്, മുഹമ്മദ് ഫത്തേ, ഓക്കെ, മോഹൻ സമ, പ്രസന്റ് സാർ.